അപ്പോൾ ഇതൊരു BT ടൈപ്പ് ഹിയറിംഗാണ്. BT ടൈപ്പ് ഹിയറിംഗിൻ്റെ പുറകിലും നമ്മൾ മുൻപ് RICയിൽ കണ്ട പോലെ ഇതുപോലെ മൈക്ക് പോർട്ടുകൾ വരും. സോ മൈക്ക് പോർട്ടുകൾ ആദ്യം ഇതുപോലെ ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ഓൾസോ BT ടൈപ്പ് ഹിയറിംഗിൽ ഇതുപോലെ ഒന്നുകിൽ സ്റ്റാൻഡേർഡ് ടിപ്പുകളായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലത്തെ ഇയർ മോൾഡുകളായിരിക്കും. സോ ഈ ഒരു സ്റ്റാൻഡേർഡ് ടിപ്പുകൾ നമ്മൾ കുറേ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് നമ്മുടെ വിയർപ്പൊക്കെ കൊണ്ട് ഒരു യെല്ലോയിഷ് കളറാകും, അല്ലെങ്കിൽ ഇതിപ്പോൾ കണ്ടോ ഫ്ലെക്സിബിൾ ആണ്. കുറേ നാൾ കഴിയുമ്പോൾ ഇത് ഭയങ്കര ഹാർഡാകും. അപ്പോഴത്തേക്ക് ഈ ഒരു ടിപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓഡിയോസിനെ കാണാൻ പോകണം. അതുപോലെ ഇയർ മോൾഡും നമ്മളൊരു 6 മാസമൊക്കെ ആകുമ്പോൾ മേ ബി നമ്മുടെ വിയർപ്പൊക്കെ തട്ടിയിട്ട് ചീത്തയാകും. അപ്പോൾ പുതുതായിട്ട് ഇയർ ഇംപ്രഷൻ എടുത്തിട്ട് ഫ്രീക്വൻറ്റ് ടൈമിൽ കറക്റ്റായിട്ട് ഇയർ മോൾഡ് ഓരോ പ്രാവശ്യവും പുതിയതായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇനി റീചാർജബിൾ ടൈപ്പ് ഹിയറിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കോൺടാക്ട് ഏരിയ കാണും. മേക്ക് ഷുവർ ഈ ഒരു കോൺടാക്ട് ഏരിയ നമ്മളൊരു കോട്ടൺ തുണിയോ സംതിങ് വെച്ചിട്ട് നമ്മൾ അവസാനം വൈപ്പ് ചെയ്യുമ്പോൾ ഇത് വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. കാരണം ഈ ഒരു കോൺടാക്ട് ഏരിയ വൃത്തിയായിട്ടിരുന്നാലേ നിങ്ങൾ റീചാർജബിൾ ടൈപ്പ് മേടിക്കുമ്പോൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് വയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് ചാർജ് കയറത്തുള്ളൂ. ഇനി ബാറ്ററി ടൈപ്പ് ഹിയറിംഗ് ആണെങ്കിൽ ഞാൻ മുൻപത്തെ വീഡിയോസിൽ പറഞ്ഞ ഒരു ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് കാണും. അത് തുറന്നിട്ട് ആ ഒരു ബാറ്ററി ഇടുന്ന ഭാഗമൊക്കെ ജസ്റ്റ് പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ BT ടൈപ്പ് ഹിയറിംഗ് വരുമ്പോൾ ഇവിടെ മൈക്ക്, പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചെവിയുടെ ഉള്ളിലോട്ട് പോകുന്നെങ്കിൽ ഇതുപോലത്തെ ട്യൂബ് ആണെങ്കിൽ ആ ഒരു ട്യൂബ് കറക്റ്റ് ടൈമിൽ മാറ്റുക. ഇയർ മോൾഡുകളാണെങ്കിലും കറക്റ്റ് ടൈമിൽ മോൾഡ് പുതുതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓൾസോ ചാർജിങ് കോൺടാക്ട് ഏരിയ ഉള്ള റീചാർജബിൾ ടൈപ്പ് ആണെങ്കിൽ ഇതുപോലെ ചാർജിങ് കോൺടാക്ട് ഏരിയ എന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് വൈപ്പ് ചെയ്ത് വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ബാറ്ററി ടൈപ്പ് ഹിയറിംഗിലാണെങ്കിൽ ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് ഇതുപോലെ തുറന്നിട്ട് അതിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. ഓക്കെ.